My dear students, Dr. James Taylor Kendrick lectures on homeopathic materia medica എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 187ാമത്തെ എപ്പിസോഡിൽ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. അലൂമൻ വളരെ പ്രധാനപ്പെട്ട ഒരു ആൻറ്റിസോറിക് ഔഷധമാണ്. സൾഫർ, കൽക്കേറിയ, അലൂമിനിയ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഔഷധങ്ങളുമായി യോജിച്ചു പോകുന്നൊരു ഔഷധമാണിത്. ക്യാൻസർ പോലുള്ള വളരെ ഗുരുതരമായ രോഗാവസ്ഥകളിൽ, തളർച്ചകളിൽ, പേശികളുടെയും മറ്റുമൊക്കെ ബലക്കുറവുണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ വളരെയധികം ഉപകരിക്കുന്നൊരു ഔഷധമാണിത്. പലപ്പോഴും ഇത് നിങ്ങൾക്ക് പ്രാക്ടീസിൽ ഉപയോഗത്തിൽ വരും. മാത്രമല്ല, ഇതിൻ്റെ ഈ ആദ്യ ഭാഗത്ത് കെൻ്റ് കേസ് ടേക്കിങ്ങിനെ കുറിച്ച്, ഒരു ഡ്രഗ് പിക്ചർ ലഭിക്കുന്നതിനെക്കുറിച്ച്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ മനസ്സിലാക്കുന്നതിനെക്കുറിച്ച്, ഒരേ രോഗാവസ്ഥയിൽ വ്യത്യസ്ത കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എങ്ങനെ വരും എന്നതിനെക്കുറിച്ച്, അത് കണ്ടെത്തേണ്ടതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില സൂചനകൾ കൂടി പറയുന്നുണ്ട്. നമുക്ക് അത് വിശദമായിട്ട് നമുക്ക് ശ്രമിക്കാം. ദിസ് മെഡിസിൻ ലൈക്ക് അലൂമിന സീംസ് ടു പ്രൊഡ്യൂസ് എ പെക്യുലർ കൈൻഡ് ഓഫ് പാരലിറ്റിക് വീക്ക്നെസ് ഓഫ് ദ മസിൽസ് ഇൻ ആൾ പാർട്സ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ സവിശേഷമായ ഒരുതരം തളർച്ച, പാരലിറ്റിക് വീക്ക്നെസ് അലൂമിനിയ ഉണ്ടാക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. എ സോർട്ട് ഓഫ് ലാക്ക് ഓഫ് ടോൺ, ആ ടോണിൻ്റെ ഒരു ഇല്ലായ്മ, ടോണിസിറ്റി ഇല്ലായ്മ. ടോൺ ഉള്ളത് കൊണ്ടാണ് ഭാഗങ്ങളൊക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നത്. ആ ടോൺ ലഭിക്കുന്നില്ല. The extremities are weak. This weakness is felt especially in rectum and bladder. ഇത് മലാശയത്തിലും മൂത്രസഞ്ചിയിലുമാണ് ഇത് കൂടുതൽ പ്രകടമാകുന്നത്. The stool becomes impacted from want of ability of the rectum and colon to expel their contents. വൻകുടലിനും മലാശയത്തിനും അതിൽ വരുന്ന മലത്തെ പുറന്തള്ളാനുള്ള ശേഷി നഷ്ടപ്പെടുന്നതുകൊണ്ട് ഈ മലാശയത്തിൽ മലം വന്ന് നിറഞ്ഞ് ഇമ്പാക്റ്റഡ് ആയിത്തീരുന്നു. ദ ബ്ലാഡർ ഈസ് ഓൾസോ സ്ലോ ഡൗൺ ഇൻ ഇറ്റ്സ് ആക്ഷൻ. മൂത്രസഞ്ചിയിലും ഇത് തന്നെ, അതിൻ്റെ പ്രവർത്തനം വല്ലാതെ കുറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ദാറ്റ് ദ യൂറിൻ ഈസ് വോയിഡഡ്. മൂത്രം പുറത്തേക്ക് പോകുന്നതും വളരെയധികം പ്രയാസപ്പെട്ടാണ്. ആഫ്റ്റർ യൂറിനേറ്റിംഗ് ദ ബ്ലാഡർ ഓഫൻ റിമെയിൻസ് ഹാഫ് ഫുൾ. അങ്ങനെ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും മൂത്രമൊഴിച്ച് കഴിഞ്ഞാലും പകുതിയേ പോകുന്നുള്ളൂ, പകുതി മൂത്രസഞ്ചിയിൽ തന്നെ കിടക്കും. The urine is very slow to start. മൂത്രമൊഴിച്ച് തുടങ്ങാൻ വളരെ പ്രയാസമുണ്ട്. And when the patient stands to urinate, the urine falls down perpendicularly as in hepar. ഹെപ്പാറുള്ളതുപോലെ തന്നെ പുരുഷന്മാരിൽ നിന്നുകൊണ്ട് മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം അതിൻ്റെ ഒരു തള്ളൽ കൊണ്ട് മുന്നോട്ടൊരു പ്രൊജക്റ്റൈൽ പോലെ മുന്നോട്ട് പോകുന്നതിന് പകരം നേരെ താഴേക്ക്, പെർപെൻഡിക്കുലറി താഴേക്ക് പോകുന്നു. അതായത് അത് പുറത്തേക്ക് വരുന്നതിൻ്റെ ആ ഒരു ഫോഴ്സ് തീരെ ഇല്ലെന്നർത്ഥം. ഒരു കമ്പാരിസൺ പറയുന്നത് ഹെപ്പാർ. ഫ്രം ദിസ് വി സി ദ സ്ലഗ്ഗിഷ് ആക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ലഗ്ഗിഷ്നെസ് ഇതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ രക്തത്തിൻ്റെയും ബ്ലാഡറിൻ്റെയൊന്നും സ്ലഗ്ഗിഷ്നെസ് പരിശോധിച്ച് എന്തെങ്കിലും ഉപകരണം ഉപയോഗിച്ച് പരിശോധിക്കുന്നില്ല. രോഗിയുടെ അനുഭവങ്ങളിൽ നിന്നും രോഗിയുടെ ഭാഗങ്ങളുടെ പ്രവർത്തനത്തെ വ്യതിയാനങ്ങളിൽ നിന്നും നമ്മൾ നടത്തുന്ന നിഗമനങ്ങളാണത്. The paralytic condition extends also to the veins producing a vasomotor paralysis. അപ്പോൾ ഈ പാരലിറ്റിക് കണ്ടീഷൻ സിരകളിലേക്കും പടർന്നിട്ട് വാസ്കോമോട്ടോർ പാരാലിസിസിലേക്ക് വരെ ഇത് എത്തുന്നുണ്ട്. Another peculiar condition running through the remedy is the tendency to induration wherever there is an inflamed surface. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഡുറേഷൻ ഉണ്ടാകാൻ, കലകൾ കട്ടിയായി കല്ലിച്ച പോലെയാകാനുള്ള ടെൻഡൻസി അലൂമിനിൽ ഉടനീളമുണ്ട്. ഓൾ റെമഡീസ് ദാറ്റ് ഹാവ് ദിസ് ഇൻ ദെയർ നേച്ചർ റിലേറ്റ് മോർ ഓർ ലെസ് ടു ക്യാൻസറസ് അഫക്ഷൻസ്. ഈ ഒരു സ്വഭാവമുള്ള എല്ലാ ഔഷധങ്ങൾക്കും അർബുദത്തോട്, ക്യാൻസറിനോട് ഏറെയും കുറഞ്ഞുള്ള ബന്ധമുണ്ട്. ഈ ക്യാൻസറിനെ കുറിച്ച് ഒരു 1.5 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു വിലയിരുത്തലാണെന്ന് നമ്മൾ വിചാരിക്കണം. ഇന്ന് കാണുന്ന പോലെ ആ വൈവിധ്യങ്ങളോ സങ്കീർണതകളൊന്നും ആ ഒരു കാലഘട്ടത്തിലില്ല.
മിക്കവാറും മുഴകൾ വരുന്നു, വ്രണങ്ങൾ വരുന്നു, അത് പടരുന്നു, ആൾ മരിച്ചു പോകുന്നു. അപ്പം ആ ഒരു ബേസിക് കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ആ ക്യാൻസർ തന്നെ ഒരു രോഗമല്ല, രോഗത്തിൻ്റെ ഫലമാണെന്ന് കണ്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സർഫസിൽ ഇൻഫ്ലമേഷൻ വന്ന് ഇൻഡുറേഷൻ വരുന്നു. ഈ ഒരു സാഹചര്യം നമ്മുടെ നിരവധി ഔഷധങ്ങളിലുണ്ട്. ഈ ഔഷധങ്ങളെല്ലാം തന്നെ ഏറെയും കുറഞ്ഞും ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്യാൻസറിനെ സുഖപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ സ്ഥിരീകരിച്ചൊരു കാര്യം കൂടിയാണ്. കൽക്കേറിയ ലൈക്കോപോഡിയം സൾഫർ എന്ന് പറയുന്ന എൻ്റെ ആ ഒരു ഗോൾഡൻ ട്രയോ ഡോക്ടർ ബാബുചേട്ടൻ നിർദ്ദേശിച്ചാണത്. അതിനിടയിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ഇൻ്റർ കറണ്ടായിട്ട് ഈ അലൂമിനിയം എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. ആ അലൂമിനിയം കൊണ്ട് വളരെയധികം എനിക്ക് ഗുണമുണ്ടായി. ബിക്കോസ് ഇൻ ക്യാൻസർ വി ഹാവ് ആസ് ദ മോസ്റ്റ് നാച്ചുറൽ ഫീച്ചർ എ ടെൻഡൻസി ടു ഇൻറ്ററേഷൻ. മോസ്റ്റ് നാച്ചുറൽ ഫീച്ചർ. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു അൺനാച്ചുറലാണ്, രോഗങ്ങളുടെ ഫലമാണ്. ഈ ക്യാൻസറുകൾ തന്നെ ഏറ്റവും നാച്ചുറൽ, ഏറ്റവും സ്വാഭാവികമായിട്ട്, ഏറ്റവും പ്രാഥമികമായിട്ടുണ്ടാകുന്നൊരു കാര്യം ഈ കല്ലിക്കുക, കട്ടിയാകുക, ഇൻറ്ററേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രവണതയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഗൈനക്കോമാസ്റ്റിയ, ഈ നിപ്പിൾസിൽ വരുന്ന കല്ലിപ്പാണ് പിന്നീട് ക്യാൻസർ ടെൻഡൻസി ആയിട്ട് മാറിയത്. എൻ്റെ ആദ്യത്തെ ഡോസ് സൾഫറിലൂടെ അത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് അതിനെ മുന്നോട്ട് കൊണ്ടുപോയത് ട്രയോയിലൂടെയാണ്. ഈ ട്രയോയിൽ ഒരു ഇൻ്റർ കറണ്ട് എന്ന രീതിയിൽ ഒരു ഘട്ടത്തിൽ അലൂമിനിയം വന്നിട്ടുണ്ട്. ഓർ ലിറ്റിൽ സ്കെയിൽസ് may appear upon the skin where the circulation is feeble, or cartilaginous portions for instance, and a great thick indurated mass forms. ഇനി മറ്റൊരു രൂപം, ചെറിയ ചെറിയ ചെതുമ്പലുകളുടെ ഒരു ഫോർമേഷൻ ശരീരത്തിൽ സർക്കുലേഷൻ കുറഞ്ഞ ഭാഗങ്ങളിൽ, കാർട്ടിലേജിനിയസ് പോർഷൻസിൽ, സർക്കുലേഷൻ കുറവുള്ള ഭാഗങ്ങളിൽ സർഫസിൽ ചെതമ്പൽ പോലുള്ള ഫോർമേഷൻസ് ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് വളരെയധികം തിക്കായിട്ടുള്ള കല്ലിച്ച ഒരു മാസ് പോലെ തന്നെ വരുന്നു. ഇനി ഈ മാസിന് ഇൻഫിൽട്രേഷൻ ടേക്സ് പ്ലേസ് അണ്ടർ ദിസ് ക്രസ്റ്റ്. ഈ ഒരു മാസിന്, ഈ ക്രസ്റ്റിൻ്റെ കീഴെ ഇൻഫിൽട്രേഷൻ സംഭവിക്കുന്നു. ഈ ഇൻഫിൽട്രേഷൻ സംഭവിച്ചിട്ട് ഈ ക്രസ്റ്റ് അടർന്നു പോകുന്നു. ഈ ഒരു പ്രക്രിയ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. ഇറ്റ് കീപ്സ് കമ്മിങ് ഓഫ്. ഇങ്ങനെ ചെതമ്പലുകൾ വരുന്നു, അല്ലെ കല്ലിച്ച് വരുന്നു, അത് ഒരു മാസായിട്ട് മാറുന്നു, ഒരു ക്രസ്റ്റ് പോലെ വരുന്നു, ഇതിൻ്റെ അടിയിൽ ഇൻഫിൽട്രേഷൻ വരുന്നു, അത് വിട്ടുപോകുന്നു. ഇനി വിട്ടുപോകുന്നതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ആൻഡ് എ ലാക്ക് ഓഫ് ഹീലിംഗ് ഫോളോസ്. ഈ വിട്ടുപോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സർഫസ് തൊലി പോയിട്ടുണ്ടാവും, ഒരു വ്രണം പോലെ ഉണ്ടാവും. അത് സാധാരണഗതിയിൽ സുഖപ്പെട്ട് പുതിയ സ്കിൻ വരേണ്ടതാണ്, പക്ഷേ അത് അങ്ങനെ സംഭവിക്കുന്നില്ല. ലാക്ക് ഓഫ് ഹീലിംഗ്. അങ്ങനെ തുടർച്ചയായിട്ട് ഈ അടർന്നു പോകുന്നതിന് തുടർച്ചയായിട്ട് ഒരു ഹീലിംഗ് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ വീക്ക്നെസ് ഓഫ് ദ ടിഷ്യൂസ് ഫ്രം എ വാസ്കോമോട്ടർ പാരാലിസിസ്. ഈ വാസ്കോമോട്ടർ പാരാലിസിസ് ഉള്ള കാരണം ഈ ടിഷ്യൂസിന് വീക്ക്നെസ് ഉണ്ടാകുന്നു. ഈ ടിഷ്യൂസിൻ്റെ വീക്ക്നെസ് കാരണം അവിടെ ഒരു ഹീലിംഗ് സംഭവിക്കുന്നില്ല. ടിഷ്യൂസ് ഹെൽത്തി ആണെങ്കിൽ ഹീലിംഗ് സംഭവിക്കുന്നുള്ളൂ. എപ്പിത്തീലിയോമ ഈസ് സ്കേഴ്സ്ലി മോർ ദാൻ ദാറ്റ്. എപ്പിത്തീലിയോമ എന്ന് പറയുന്നത് ഒരു ട്യൂമേഴ്സ് നിങ്ങൾക്കറിയാം, അവയവങ്ങളെയൊക്കെ കവർ ചെയ്യുന്ന ലെയറിൽ വരുന്ന ട്യൂമർ, മുഴ. ഇതിനേക്കാൾ അത്ര വലുതൊന്നുമല്ല. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ക്രസ്റ്റിനോട് സമാനമാണ്. ആൻഡ് സോ വി ഹാവ് ഇൻ ദിസ് റെമഡി ഫീച്ചേഴ്സ് ലൈക്ക് എപ്പിത്തീലിയോമ ആൻഡ് അതർ ക്യാൻസർ അഫക്ഷൻ. അപ്പം അതുകൊണ്ട് അലൂമിനിൽ നമുക്ക് എപ്പിത്തീലിയോമ ഉണ്ടെന്ന് പറയാം, ക്യാൻസറസ് അഫക്ഷൻസ് ഉണ്ടെന്നും പറയാം. ശ്രദ്ധാപൂർവ്വം പഠിച്ചുപയോഗിച്ചാൽ പല അർബുദ രോഗാവസ്ഥകളിലും അലൂമിനെ വളരെ വിജയകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വാട്ട് ഈസ് ദ സിറസ് ബട്ട് എ പെക്യുലിയർ ഫോം ഓഫ് ഇൻഡുറേഷൻ. ഇത് ഇൻഡുറേഷൻ്റെ ഒരു പെക്യുലിയർ ഫോം, സിറസ് ഫോം. സിറസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ തൂവൽ പോലുള്ള അവസ്ഥ, കട്ടിയില്ല. ഇൻഡുറേഷൻ എന്ന് പറഞ്ഞാൽ കട്ടിയില്ല, പക്ഷേ ഒരു തൂവൽ പോലെ, ഒരു പടലം പോലെ, ഒരു പ്രതലം പോലെ കട്ടിയായിട്ട് നിൽക്കുന്നു. വെൻ ദ എക്കണോമി ടേക്സ് ഓൺ എ ലോ ടൈപ്പ് ഓഫ് ലൈഫ്, ഉണ്ടോ? വൈറ്റൽ എക്കോണമി ഒരു ലോ ടൈപ്പ്, മോശമായൊരവസ്ഥ, ദുർബലമായൊരവസ്ഥ, ജീവൻ്റെ ഒരു ദുർബലമായൊരവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ വൈറ്റൽ എക്കോണമി ചെന്നെത്തുമ്പോൾ എ ലോ ഫോം ഓഫ് ടിഷ്യൂ മേക്കിംഗ്, അങ്ങനെ വരുമ്പോൾ
ഈ കോശങ്ങൾ കലകളുടെ രൂപീകരണത്തിലും ഒരു മോശമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ആൻഡ് ദ ടിഷ്യൂസ് ഇൻഫ്ലെയിം ആൻഡ് അപ്പോൺ ദ സ്ലൈറ്റസ്റ്റ് പ്രൊവക്കേഷൻ ഇൻറേജ്. അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്ത് ടിഷ്യൂസിൽ ഒരു ചെറിയൊരു പ്രൊവക്കേഷൻ ഉണ്ടാകുമ്പോൾ പോലും ഒന്ന് മുട്ടി തട്ടി ഒരു ചതവുണ്ടായി അങ്ങനെ വരുമ്പോൾ പോലും അവിടെ ഇൻറേഷൻ ഉണ്ടാകുന്നു. വി ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് എ കൈൻഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഇസ് പ്രീഡിസ്പോസ്ഡ് ടു ഡീപ് സീറ്റഡ് ട്രബിൾസ്. അപ്പോൾ ഈ ഒരു ഡിസ്പോസിഷൻ, ഈ ഒരു പ്രവണത, ഒരു ലോ ഫോം ഓഫ് ലൈഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ചെറിയൊരു ആഘാതം ഉണ്ടായാൽ പോലും ഇൻഫ്ലമേഷൻ, അവിടെ ഇൻറേഷൻ ഉണ്ടാകുന്നു. അത് ക്രസ്റ്റ് പോലെയാകാം, ഒരു തൂവൽ പോലെ നേർത്ത പ്രതലത്തിലാകാം. ഇങ്ങനെ വരുമ്പോൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഡീപ് സീറ്റഡ് ട്രബിൾസ്, ആഴമേറിയ പ്രശ്നങ്ങളിലേക്ക്. എന്തൊക്കെയാ? യുത്തൈസിസ്, ക്ഷയരോഗം, ബ്രൈസ് ഡിസീസ്, വൃക്കരോഗം, ഡയബറ്റീസ്, പ്രമേഹം, ക്യാൻസർ. ഇതൊക്കെ ഒരേ ചരടിൽ പൊരുത്ത കാര്യങ്ങളാണ്. ക്ഷയം, വൃക്കരോഗം, പ്രമേഹം, അർബുദം, ഇതെല്ലാം ഡീപ് സീറ്റഡ് ട്രബിൾസ് ആണ്. ഈ പ്രമേഹത്തെയൊക്കെ ചികിത്സിക്കാൻ പ്രയാസമാണ് എന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം വൈറ്റൽ എക്കോണമി ഒരു ലോവർ ലെവലിലേക്ക് പോയി. ശരിയായ രീതിയിൽ വെറുതെ ഒരു പനിയോ തലവേദനയോ മറ്റോ ഒക്കെ വന്നപ്പോൾ, ജലദോഷമൊക്കെ വന്നപ്പോൾ ശരിയായ ഹോമിയോപ്പതിക് റെമഡി കിട്ടാതെ സപ്രസീവ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അങ്ങനെ അവസാനം വൈറ്റൽ എക്കോണമി ഒരു ലോവർ കണ്ടീഷനിലേക്ക് പോയി. സർക്കുലേഷൻസ് ഫീബിളായി, ഹീലിംഗ് നടക്കുന്നില്ല, ചെറിയൊരു പ്രൊവോക്കേഷൻ ഉണ്ടാകുന്നു, ഒരു തട്ടല്, മുട്ടല്, ഒരു ചെറിയൊരു പരുക്ക്, ഇൻറ്റുറേഷൻ സംഭവിക്കുന്നു, ക്രസ്റ്റ് ഉണ്ടാകുന്നു, ഹീലിംഗ് നടക്കുന്നില്ല, വ്രണങ്ങളുണ്ടാകുന്നു. ഈ ഒരവസ്ഥയിൽ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ക്യാൻസർ, പ്രമേഹം, വൃക്കരോഗം, ഒക്കെ ഇന്നുള്ള ക്ഷയരോഗം. ക്ഷയവിമുക്തമാക്കി എന്ന് പറയുന്നത്. പക്ഷേ ഇന്നും ഇന്ത്യയിലെ നമ്പർ 1 കില്ലർ ഡിസീസ് ക്ഷയമാണെന്നൊരു പത്രവാർത്ത ഈ അടുത്തിടയ്ക്ക് ഞാൻ കാണുകയുണ്ടായി. ഹിന്ദുവിലൊക്കെ ഒരു ആനുവൽ, ഈ ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു ആനുവൽ റിപ്പോർട്ട്സ് കേന്ദ്ര തലത്തിൽ വരുന്ന നേരത്തൊക്കെ ഹിന്ദുവിൽ ഞാൻ വായിക്കാറുള്ള വാർത്തയാണ് ഈ ഒരു വാർത്ത. പലതവണ ഞാൻ ആവർത്തിച്ച് വായിച്ചിട്ടുള്ളതാണ്. ട്യൂബർകുലോസിസ് നമ്പർ 1 കില്ലർ ഡിസീസ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മളുടെ സമൂഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണം. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഹോമിയോപ്പതിക് ഔഷധങ്ങൾ കൊടുക്കാൻ സാധാരണ മനുഷ്യന്മാരെ വളരെ ലളിതമായി ചികിത്സിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാകാം. രോഗികളുടെ പ്രശ്നം ഉണ്ടാകാം, ഡോക്ടർമാരുടെ പ്രശ്നം ഉണ്ടാകാം, മറ്റ് പല സാഹചര്യങ്ങളുണ്ടാകും. എന്താണെങ്കിലും കിട്ടേണ്ട സമയത്ത് സിമ്പിൾ ട്രീറ്റ്മെൻറ്റ്, സിമ്പിൾ സ്റ്റേറ്റ്സ് ഓഫ് ഡിസീസിന് സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അത് വൈറ്റൽ എക്കോണമി ലോ ആകുന്നു, പ്രശ്നങ്ങൾ അഗാധമാകുന്നു. പ്രമേഹവും ക്ഷയവും ക്യാൻസറും പോലുള്ള ഇതൊക്കെയല്ലേ ഏറ്റവും വലിയ കില്ലർ ഡിസീസ്. ഇന്നിപ്പോൾ ഓരോ പഞ്ചായത്തിനും ഡയാലിസിസ് സെൻ്റർ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ക്യാൻസർ രോഗികളില്ലാത്ത വീടുകളില്ല എന്നുള്ള അവസ്ഥയാണ്. പ്രമേഹം സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെയൊക്കെ അങ്ങോട്ട് ഒരു വെള്ളം ഉതപ്പിക്കുകയല്ലേ. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒരു ഓമന പേരാണ്. പക്ഷെ അതൊന്നും അല്ല കാര്യം. ശരിയായ രീതിയിൽ ചികിത്സ കൊടുക്കേണ്ട സമയത്ത് ചികിത്സ കൊടുക്കാൻ പറ്റുന്നില്ല. വൈറ്റൽ എക്കോണമി ലോവർ ലെവലിലേക്ക് പോകുന്നു. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. രോഗാവസ്ഥകൾ കൂടുതൽ ഡീപ്പറാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് വലിയൊരു പങ്കുണ്ട്. വി ആർ ഓൺ ദ ബോർഡർ ലൈൻ ഓഫ് അൾട്ടിമേറ്റ്സ്. ഉണ്ടോ? അൾട്ടിമേറ്റ്സ്, ഒരു അവസാനത്തെ ഒരു അവസ്ഥ. പ്രമേഹം, അത് പ്രധാനപ്പെട്ട ഒരു അവയവത്തിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചു. കിഡ്നി രോഗം, വളരെ ജീവൽ പ്രധാന ഒരു അവയവത്തിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചു. ക്യാൻസർ, ശാരീരിക അവയവങ്ങളുടെ കോശങ്ങളുടെ പ്രവർത്തനമൊക്കെ താളം തെറ്റി, വളർച്ച താളം തെറ്റി. ഉണ്ടോ? അതാണ് ബോർഡർ ലൈൻ ഓഫ് അൾട്ടിമേറ്റ്സ്. ഒരു അന്തിമസ്ഥിതിയുടെ വക്കിലെത്തിയിരിക്കുന്നു. ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അലുമിൻ പോലുള്ള മറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് പോലുള്ള ഡീപ്പർ റെമഡീസ് ഉപയോഗിച്ചുകൊണ്ട് രോഗിയെ സുഖപ്പെടുത്താൻ ഇനിയും സമയമുണ്ട്. ബോർഡർ ലൈനിലേ ആയിട്ടുള്ളൂ. അപ്പോൾ ക്ഷയമാണ്, പ്രമേഹമാണ്, വൃക്കരോഗമാണ്, ക്യാൻസറാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടേണ്ട. സ്റ്റിൽ ഓൺ ദ ബോർഡർ ലൈൻ. ആൻഡ് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്തോ സംഭവിക്കാൻ പോവുകയാണ്.
This remedy leads the economy into such a state of disorder. A low type of tissue making is found. അപ്പോൾ ഈ ഔഷധം അലൂമിൻ്റെതായിട്ടുള്ള ഒരു ഡിസീസ് മേക്കിംഗ് ലെവലിൽ ഈ ഒരു ബോർഡർ ലൈനിലേക്കാണ് പൂറെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ബോർഡർ ലൈനിലേക്ക് എത്തിയ ഒരു രോഗിയെ ഈ ഔഷധം തിരിച്ചേ കൊണ്ടുവന്ന് സുഖപ്പെടുത്തുകയും ചെയ്യും. ആൻഡ് മെനി ഓഫ് ദീസ് ഇൻറ്ററേഷൻസ് വിൽ ഹാവ് ക്യാൻസർ ആസ് ആൻ അൾട്ടിമേറ്റ്. ഇത്രയും ഇൻറ്ററേഷൻസിൻ്റെ കല്ലിപ്പുകളുടെ അത്യന്തികമായിട്ട് വരുന്ന ക്യാൻസറാണ് എൻ്റെ തന്നെ അനുഭവം. സൾഫറിലൂടെ ഞാൻ രക്ഷപ്പെട്ട അനുഭവം. പ്രായയുടെ സൈക്കിളിൽ ഒരു ഘട്ടത്തിൽ ഈ അലൂമിനിയം വന്നു എന്ന് പറയുന്നത് യാദൃശ്ചികമല്ല, അത് വളരെ ശാസ്ത്രീയമാണ്, വളരെ ഹോമിയോപ്പതിക്കാണ്. ദിസ് ഇസ് എ ലോങ് ആക്ടിങ് ആൻറ്റിസോറിക് റെമഡി. അലൂമിനിയം ഇസ് എ ലോങ് ആക്ടിങ് ആൻറ്റിസോറിക് റെമഡി. സൾഫർ പോലെ, കൽക്കേറിയ പോലെ, ലൈക്കോപോഡിയം പോലെ, മറ്റു പല ആൻറ്റിസോറിക്സ് പോലെ വളരെ ദീർഘകാലം നിൽക്കുന്ന, വളരെ അഗാധമായി നിൽക്കുന്ന ആൻറ്റിസോറിക് റെമഡിയാണ് അലൂമിൻ. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചർച്ച വരുന്നുണ്ട്. എൻ്റെ ബാബുചേട്ടനും എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചർച്ചകളുണ്ടായി ഞാൻ ഓർക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ മാറുമോ എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോഴും എനിക്ക് പരിചയമുള്ള ചില ഹോമിയോപ്പതി സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, ഒരാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറുമോ? എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിനെക്കുറിച്ചുള്ള ശരിയായൊരു ധാരണ ഉറക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാകും. അപ്പോൾ അന്ന് അങ്ങനെ ഒരു ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ എറണാകുളം പബ്ലിക് ലൈബ്രറി അടുത്തുള്ള ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ ഇരുന്നുകൊണ്ട് എന്താ കുറച്ച് മെഡിക്കോസുമായിട്ട് ബാബുശേട്ടനടക്കമുള്ള മെഡിക്കോസുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ ചർച്ച വന്നത്. ഞാൻ അപ്പോൾ തന്നെ അതിൽ 1-2 പേരെ പബ്ലിക് ലൈബ്രറിയിലെ റെഫറൻസ് സെക്ഷനിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ബുക്ക് എടുത്ത് അലൂമിൻ്റെക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് വരുമ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒരേ രോഗാവസ്ഥ പറഞ്ഞ് വരുന്നവരെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കി എങ്ങനെ കൃത്യമായിട്ടുള്ള ഔഷധം കൊണ്ട് സുഖപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള വളരെ വിലപ്പെട്ട ചില സൂചന കണ്ടു വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഈ പരമ്പര ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.